KPC ആസ്ഥാനത്ത് KC വേണുഗോപാലിനെ കൂറ്റൻ ഫ്ലക്സ്. കേരളം KCക്കൊപ്പം എന്ന് ഫ്ലക്സിൽ പറയുന്നു. KC വേണുഗോപാലും K സുധാകരനും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രമാണ് ഫ്ലക്സിലുള്ളത്. അജ്മൽ ദുറാർ ആ വാർത്തയോട് വിരമിച്ചിരുന്നു. അജ്മൽ, കേരളം KC നയിക്കട്ടെ എന്ന പടുകൂറ്റൻ ഫ്ലക്സ് ഉയർത്തിയത് ആരാണ്? ഫ്ലക്സ് വെക്കലൊക്കെ മോശമാണ് എന്നൊക്കെ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് KCക്ക് വേണ്ടി അവിടെ കൂറ്റൻ ഫ്ലക്സ് അല്ലേ അജ്മൽ? ഹാഷ്മി, തെരഞ്ഞെടുപ്പ് വന്നതിന് പിന്നാലെ, റിസൾട്ട് വന്നതിന് പിന്നാലെ KPCC ഓഫീസിന്റെ പരിസരമാകെ നേതാക്കളുടെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിലവിൽ അവകാശവാദം ഉന്നയിക്കുന്നവരുടെയും ഫ്ലക്സുകളാൽ, അവരുടെ ചിത്രങ്ങൾ നിറഞ്ഞ ഫ്ലക്സുകളാൽ നിബിഡമായിരുന്നു. അതിനിടയിലാണ് ഇന്ന് ഇപ്പോൾ പടുകൂറ്റൻ ഫ്ലക്സ്, K സുധാകരനോടൊപ്പം KC വേണുഗോപാൽ നിൽക്കുന്ന ഒരു പടുകൂറ്റൻ ഫ്ലക്സ് വീണ്ടും പ്രവർത്തകർ KPCC ഓഫീസിന് മുമ്പിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചത്. ഈ സ്ഥാപിച്ച പ്രവർത്തകർ പറയുന്നത് പിണറായി വിജയനെ പോലെ ധാർഷ്ട്യമുള്ള ഒരു മുഖ്യമന്ത്രിയല്ല കേരളത്തിന് ആവശ്യം, പകരം ജനകീയനായ, ഏറ്റവും ജനകീയനായ ഒരു നേതാവിനെയാണ് കേരളം മുഖ്യമന്ത്രിയായി ആഗ്രഹിക്കുന്നത് എന്നാണ് ഇത് സ്ഥാപിച്ച പാർട്ടി പ്രവർത്തകർ പറയുന്നത്. AICC കേന്ദ്ര നേതൃത്വ ഹൈക്കമാൻഡ് അയച്ച പ്രതിനിധികൾ, അവർ നിരീക്ഷകരായി കേരളത്തിൽ വന്ന് KPCC ഓഫീസിനുള്ളിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ധൃതി പിടിച്ച ചർച്ചകൾ തുടരുന്നതിനിടെ, MLA മാരെ കേൾക്കുന്നതിനിടെ, നിയമസഭാ കക്ഷി ചേരുന്നതിൻ്റെയൊക്കെയാണ് ഈ നിർണായകമായ ഒരു ഫ്ലക്സ് സ്ഥാപിക്കൽ എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും ഈ ചർച്ചകൾ കഴിഞ്ഞ നേതാക്കൾ അവരവരുടെ താല്പര്യം എന്താണ്, അവർക്ക് ആരെയാണ് മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ അഭിപ്രായം എന്താണെന്നൊക്കെ അറിയിച്ച് പുറത്തേക്ക് വരുന്നതിനിടയിലാണ് ഈ KC വേണുഗോപാലിന്റെയും K സുധാകരനും ഒപ്പം നിൽക്കുന്ന ഒരു ചിത്രം KPCC ഓഫീസിന് മുമ്പിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നത്. ഏതായാലും ചർച്ചകൾ തുടരുന്നുണ്ട്. ഈ സ്ഥാപിച്ച ചിത്രത്തിനോ അതിൽ കാണിച്ചിരിക്കുന്ന വ്യക്തിക്കോ ഇതിലേതെങ്കിലും തരത്തിൽ ഈ ഹൈക്കമാൻഡ് അയച്ച പ്രതിനിധികളെ ഈ ഫ്ലക്സ് കൊണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനാകുമോ എന്നതൊക്കെ ഈ ചർച്ചകൾക്ക് ശേഷം ദിവസങ്ങൾക്കകം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്ന സമയത്ത് നമുക്ക് അറിയാം. ഹാഷ്മി, അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അലക്സ്, ഇരിട്ടിയിൽ വൈകുന്നേരം VD സതീശനായി പടുകൂറ്റൻ റാലി നടത്താൻ ഒരുങ്ങുന്നു അണികൾ. ഇവിടെ KCക്ക് വേണ്ടി പടുകൂറ്റൻ ഫ്ലക്സ് ഉയരുന്നു KPC ആസ്ഥാനത്ത്. ഒക്കെയും വന്ന് നിൽക്കുന്ന AICC നിരീക്ഷകരെ സ്വാധീനിക്കാനാണോ? അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ സ്വാധീനിക്കപ്പെടുന്നവരാണോ നിരീക്ഷകർ? അലക്സ്. ഹാഷ്മി, അങ്ങനെ ഒരു പൊതു പശ്ചാത്തലം ഒരുക്കണം. അങ്ങനത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലമാണ് കേരളത്തിൽ ഉള്ളതെന്ന് AICCക്ക് ബോധ്യപ്പെടണം. അതിനാണ് ഈ 3 ബ്രിഗേഡുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ KPCC ആസ്ഥാനത്ത് കണ്ട ഫ്ലെക്സാണിത്. വി വാണ്ട് KC, വാം വെൽക്കം ലീഡർ. അതായത് KCയുടെ ഒരു മുഴുവൻ ഒരു വലിയ ഫ്ലെക്സ്. തൊട്ടപ്പുറത്ത് റോഡിനപ്പുറവും സമാനമായ ഒരു ഫ്ലെക്സ് ബോർഡ് കാണാം. അതിന് തൊട്ടടുത്ത് കുഞ്ഞുഞ്ഞിന് ശേഷം KC എന്നൊരു ഫ്ലെക്സ് ബോർഡ് അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ രാവിലെ അവിടെ ഉണ്ടായിരുന്നു. രാവിലെ ഈ നിരീക്ഷകർ ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുന്നു, വാർത്തകൾ ഇങ്ങനെ ഓരോന്നായി പുറത്തു വരുന്നു, നേതാക്കളുടെ നിലപാട് ഓരോന്നായി പുറത്തു വരുന്നു. അതങ്ങനെ മുറുകി നിൽക്കുന്ന ഘട്ടത്തിലാണ്. അതായത് MLA-മാർ അവരുടെ വ്യക്തിപരമായ അഭിപ്രായം AICCക്ക് മുമ്പാകെ രേഖപ്പെടുത്തുന്ന ആ ഘട്ടം അതങ്ങനെ മുറുകി നിൽക്കുമ്പോഴാണ് KPCC ആസ്ഥാനത്തിന് മുന്നിൽ ഒരു പടുകൂറ്റൻ ഫ്ലെക്സ് കൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതാണ്ട് ഈ കാണുന്നത് പോലെ കേരളം KC നയിക്കട്ടെ എന്നാണ് ഈ ഫ്ലെക്സ് ബോർഡിലെ വാചകം തന്നെ. അതിൽ K സുധാകരനെ KC വേണുഗോപാൽ ആശ്ലേഷിച്ച് നിൽക്കുന്ന ഒരു ചിത്രം, അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രം ആ ഫ്ലെക്സ് ബോർഡിൽ അങ്ങനെ ഏറ്റവും വലിയൊരു ഫ്ലെക്സ് ബോർഡായി ഇവിടെ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ ഹാഷ്മി, K സുധാകരൻ എടുത്ത നിലപാട് നമ്മൾ കണ്ടതാണ്. K സുധാകരൻ ഇന്ന് AICC നിരീക്ഷകർക്ക് മുമ്പിൽ എടുത്ത നിലപാട്, അദ്ദേഹം ഒരു കത്ത് നൽകുകയായിരുന്നു. KC വേണുഗോപാലിനെ കേരളത്തിലെ മുഖ്യമന്ത്രി ആക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം ഒരു കത്ത് നൽകുകയായിരുന്നു. അത്തരത്തിൽ MP-മാരുടെ പിന്തുണ അദ്ദേഹം ഉറപ്പാക്കുന്നു. അതായത് ഈ MLA-മാർക്കപ്പുറം സംഘടന KC വേണുഗോപാലിന്റെ കയ്യിലാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് നേതാക്കൾ, അണികൾ, പ്രധാനപ്പെട്ട പ്രവർത്തകർ, ഭാരവാഹികളൊക്കെ KC വേണുഗോപാലിന്റെ പക്ഷത്താണ്. അദ്ദേഹം വരണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നവരും അതിനായി മുറവിളി കൂട്ടുന്നവരുമാണ്. അതാണ് ഇതായി കാണുന്നത്. KCക്കായുള്ള പശ്ചാത്തലം അങ്ങനെ ഒരുക്കുകയാണ്. അത് ഹൈക്കമാൻഡിന്റെ മുന്നിലേക്ക് എത്തണം, നിരീക്ഷകരുടെ മുന്നിലേക്ക് എത്തണം. ഈ MLA-മാരുടെ പിന്തുണ അല്ലാതെ, അതായത് അകത്ത് പറയുന്ന തല എണ്ണി എടുക്കുന്ന MLA-മാർ മാത്രമല്ലാതെ പുറത്ത് തനിക്ക് വലിയ പിന്തുണയുണ്ട്, അണികളുടെ പിന്തുണയുണ്ട്. അങ്ങനെ ഒരു സാമൂഹ്യ പശ്ചാത്തലം, രാഷ്ട്രീയ പശ്ചാത്തലം അവിടെ ഉണ്ട് എന്ന് പറയാതെ പറയുകയാണ് ഈ ഫ്ലെക്സ് ബോർഡുകളെല്ലാം. ഇന്നതാ VD സതീശനെ വൈകിട്ട് ഇരിട്ടിയിൽ വലിയ പ്രകടനം നടക്കുന്നുണ്ട്. ഇതിന്റെ അപകടം മണത്തത് കൊണ്ട് തന്നെയാണ് VD സതീശൻ ക്യാമ്പും ഈ ഘട്ടത്തിൽ ഉണർന്നു പ്രവർത്തിക്കുന്നത്. ഇന്നലെ പറവൂരിൽ VD സതീശൻ റോഡ് ഷോ നടത്തിയിരുന്നു, തന്റെ ശക്തി പ്രകടനം എന്നോണം റോഡ് ഷോ നടത്തിയിരുന്നു. അതിനുശേഷം VD സതീശനായി വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ അണികൾ ഇറങ്ങിയിട്ടുണ്ട്. വി നീഡ് VD കേരള CM എന്നാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല, KC ഇനി മുഖ്യമന്ത്രിയാക്കി KC ഇനി മത്സരിച്ചാൽ 6 മാസം കഴിഞ്ഞ് സ്വാഭാവികമായി മത്സരിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ KCക്ക് കാണിച്ചു കൊടുക്കാമെന്നാണ് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട അണികളുടെ എല്ലാം വികാരമായി അവർ ഈ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. അത് മാത്രമല്ല, രാഹുൽ ഗാന്ധിക്ക് കൂട്ടമായി ഗ്രൂപ്പ് മെയിൽ അയക്കുന്നു VD സതീശൻ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട്. അത്തരത്തിൽ വ്യാപകമായ പോര് മുറുകി ആ തർക്കം ഇങ്ങനെ രൂക്ഷമായി തുടരുന്നു. പുതിയ വലിയ ഫ്ലെക്സ് ബോർഡുകൾ ഒക്കെ KPCC ആസ്ഥാനത്ത് പ്രത്യക്ഷപ്പെടുന്നു. ഹാഷ്മി.
ഓക്കെ, അപ്പോൾ ആ ക്യാമ്പയിനിങ്, ആ ലോബിയിങ്, പ്രകടനം, കൂറ്റൻ ഫ്ലക്സുകൾ, അപ്പോൾ ആരാണ് വിജയിക്കുക എന്ന് ഞായറാഴ്ച ഹൈക്കമാൻഡ് തീരുമാനത്തിലൂടെ കേരളത്തിന് അറിയാൻ കഴിയും. കേരളത്തിന് ഗുണമുള്ള ഒരു തീരുമാനമാവട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.